പ്രൈസ് ലോർഡ്. നമ്മുടെ ക്ലാസ്സിൻ്റെ 16-ാമത്തെ ഭാഗത്തേക്ക് നാം വന്നിരിക്കുന്നു. നിങ്ങളെ ഈ ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചകൾ മാസങ്ങളൊക്കെ നമുക്കൊരുമിച്ച് ദൈവവചനം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പഠിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. ചർച്ച് പ്ലാന്റിങ്ങിനെ കുറിച്ചാണ് നാം ഇപ്പോൾ സംസാരിച്ചു വരുന്ന പ്രധാനപ്പെട്ടതായ ഭാഗം. ചർച്ച് പ്ലാന്റിങ്ങിൻ്റെ പ്രായോഗികമായ വശങ്ങളെക്കുറിച്ച്, പ്രായോഗികമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള രീതികൾ ദൈവവചന അടിസ്ഥാനത്തിൽ തന്നെയാണ് നാം പഠിക്കുന്നത്. പ്രായോഗികമായി ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ള രീതികൾ ആണ്, മെത്തേഡ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചത് ചെറിയ കൂട്ടങ്ങളെ നാം സുവിശേഷം പറഞ്ഞ് പ്രധാനമായും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നാം മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്ന് പറയുമ്പം നമ്മുടെ ചർച്ചിലുള്ള ആളുകളെ പഠിപ്പിക്കുന്നതിന് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുകളുണ്ട്. ഈ തരത്തിൽ പഠിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും. കാരണം അവർ പരിചയപ്പെട്ടു വന്നത് ഈ രീതിയല്ല. അതുകൊണ്ട് തന്നെ അവരെ ആദ്യം ബോധവൽക്കരിക്കാൻ, അങ്ങനെയുള്ള ആളുകളെ പഠിപ്പിക്കാനായിട്ടാണ് നിങ്ങൾക്ക് നിയോഗമുള്ളത് എങ്കിൽ അവരെ ആദ്യം ബോധവൽക്കരിക്കുകയാണ് ചെയ്യേണ്ടത്. എന്താണ് കർത്താവ് നമ്മെ രക്ഷയിലേക്ക് വിളിച്ചപ്പോൾ ഉള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണെന്നും ആ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ബോധ്യം അവർക്ക് വരുത്തത്തക്കവണ്ണമുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളായിരിക്കണം ആദ്യം നിങ്ങൾ സഭയ്ക്കകത്തുള്ള ആളുകളെ പഠിപ്പിക്കാനായിട്ടാണ് നിങ്ങൾ തയ്യാറാകുന്നതെങ്കിൽ ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള ഭേദഭാഗങ്ങളും ക്ലാസ്സുകളും വേണം ആദ്യം നടത്താനും. അങ്ങനെ ജനത്തെ ബോധവൽക്കരിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ തരത്തിലുള്ള പഠിപ്പിക്കലുകൾ, സിദ്ധാന്തം അവരിലേക്ക് സ്വാധീനിക്കാനായിട്ട്, അവർക്ക് കൊടുക്കാനും അതവരെ സ്വാധീനിക്കാനും സാധിക്കുകയുള്ളൂ. അതല്ലാതെ പെട്ടെന്ന് ചാടിക്കയറി ഒരു ദിവസം നമ്മുടെ സെൽ ഗ്രൂപ്പ് മീറ്റിങ്ങിനെയും, നമ്മുടെ ചർച്ചിൻ്റെ സെൽ ഗ്രൂപ്പ് മീറ്റിങ്ങിനെയും ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടുകയല്ല. കാര്യം അവർ പരിചയിച്ചു വന്നത് അതല്ലാത്തത് കൊണ്ട് അവർ അതിനെ നിരാകരിക്കും, റിജക്റ്റ് ചെയ്യും. നിങ്ങൾ വിചാരിക്കും, അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു തോന്നലുണ്ടാവും, നമുക്കൊരു തോന്നലുണ്ടാവും, ഞാൻ വലിയ കാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങി വന്നു, പക്ഷെ ആരും എന്നോട് കൂടെ സഹകരിക്കുന്നില്ല, എന്നെ എല്ലാവരും റിജക്റ്റ് ചെയ്യുകയാണ്, എൻ്റെ ആശയങ്ങൾ റിജക്റ്റ് ചെയ്യുകയാണ്, ഞാൻ പഠിപ്പിക്കുന്നത് സത്യമാണ് പക്ഷേ അതാരും സ്വീകരിക്കുന്നില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് തന്നെ ഉണ്ടാകുകയും നിങ്ങൾ ആ ഉദ്യമത്തിൽ നിന്ന് തനിയെ പിൻവാങ്ങാനുള്ള സാധ്യത ഉണ്ടാകും. നിങ്ങൾ അവരെ പോലായി മാറാൻ ശ്രമിക്കാനുള്ള സാധ്യതയും കൂടുതലാവും. അപ്പം അതുകൊണ്ട് പഴയ ആളുകളെ, പ്രായോഗികമായി പെന്തക്കോസ്ത് സമൂഹത്തിൽപ്പെട്ട സഭകളിലുള്ള ആളുകളെയാണ് നിങ്ങൾ ഇത് പഠിപ്പിക്കാൻ, ഈ തരത്തിലേക്കൊരു വ്യത്യാസം ആ സഭയ്ക്കാണ് ഉണ്ടാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ആദ്യമേ വളരെ പ്രാർത്ഥനയോടെ ബോധവൽക്കരണം നടത്തുകയും ആ ബോധവൽക്കരണത്തിൽ കൂടെ ആളുകൾ അതിനെ സ്വീകരിക്കുന്ന, ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഇത് തന്നെയാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുകയും അവരത് സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകളെ മാത്രം, അങ്ങനെയുള്ള ആളുകളെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവരെ ഈ തരത്തിൽ ശിഷ്യത്വത്തിലേക്ക് വളർത്താൻ ശ്രമിക്കുകയുമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതല്ലാതെ എല്ലാവരെയും കൂടെ നിങ്ങൾക്ക് ശിഷ്യത്വത്തിലേക്ക് ഈ തരത്തിൽ വളർത്തിക്കൊണ്ടുവരുവാൻ കഴിയുകയില്ല എന്ന കാര്യം ഓർത്തിരിക്കണം. പഴയ സഭയെ സംബന്ധിച്ച്. പുതിയ സഭയിലാണെങ്കിൽ, പുതിയ സഭ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പുതുതായി സുവിശേഷം പറഞ്ഞ്, അപ്പം അതുകൊണ്ടാണ് ഇവിടുത്തെ പ്രസക്തി കൂടുതൽ. നിങ്ങൾ സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെടുത്തിയ ആളുകളുടെ ഇടയിൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് പ്രസക്തി കൂടുതലാണ്. കാര്യം നിങ്ങൾ അവരോട് സുവിശേഷം പറഞ്ഞു, നിങ്ങൾ ആദ്യം അവർക്ക് ഒരു മോഡലായി, അവരുടെ സുവിശേഷം അവർ കേട്ടത് നിങ്ങൾ കൂടെയാണ്, സുവിശേഷം എങ്ങനെയാണ് പറഞ്ഞത് എന്ന് നിങ്ങളിൽ കൂടെയാണ് അവർ ആദ്യം ഗ്രഹിച്ചത്. എന്താണ് പറഞ്ഞത്, എങ്ങനെയാണ് പറഞ്ഞത്, എന്തുമാത്രം പാഷൻ നിങ്ങൾക്കുണ്ടായിരുന്നു, നിങ്ങൾ സുവിശേഷം പങ്കുവച്ചപ്പോൾ നിങ്ങളുടെ വിചാരവും വികാരങ്ങളും എന്തൊക്കെയായിരുന്നു, നിങ്ങൾ അതിനുവേണ്ടി എത്രയും സമർപ്പിക്കപ്പെട്ട ആളാണ് എന്നൊക്കെ നിങ്ങൾ സുവിശേഷത്തിലേക്ക് നയിച്ച ആളുകൾക്കാണ് കൂടുതൽ ബോധ്യമുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ ശിക്ഷത്തിലേക്ക് നയിക്കാൻ നിങ്ങൾക്ക് പെട്ടെന്ന് സാധിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ ഏറ്റവും തുടക്കത്തിൽ തന്നെ, ആദ്യത്തെ ഫോളോ അപ്പ് മീറ്റിംഗ് തന്നെ നമുക്ക് ഈ തരത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ ചെയ്യേണ്ടതിൻ്റെ പ്രധാനപ്പെട്ടത്, ഇത് വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെയുള്ള രീതികളാണ് നാം ചർച്ച ചെയ്തു വരുന്നത്, നാം പഠിച്ചു വരുന്നത്. പ്രായോഗികമായി ഇന്ന്
സഭാ പ്രവർത്തനത്തിൽ പല സംഘടനകളും പ്രത്യേകിച്ച് ഇൻ്റർനാഷണലി വർക്ക് ചെയ്യുന്ന, അന്തർദേശീയ തലത്തിൽ വർക്ക് ചെയ്യുന്ന പല മിഷൻ ഓർഗനൈസേഷൻസും അവരുടെ പഠനങ്ങളിൽ കൂടെയും അവരുടെ പ്രായോഗികമായ മിഷൻ ദൗത്യങ്ങളിൽ കൂടെയും ഫലവത്തായി നിറവേറ്റിയ പ്രവർത്തന പദ്ധതികളാണ് നാം പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രായോഗിക തലത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നതിന് വേണ്ടിയാണ്. പ്രായോഗികമായിട്ട് നിങ്ങളിത് ചെയ്യുന്നില്ലെങ്കിൽ ഈ ക്ലാസ് കൊണ്ട് നിങ്ങളെ സംബന്ധിച്ചൊരു പ്രയോജനം ഉണ്ടാകുകയില്ല. നിങ്ങളിത് പ്രായോഗികമായി ഒരാളോടെങ്കിലും, ഏറ്റവും കുറഞ്ഞത് നമ്മുടെ ലക്ഷ്യമായി നമ്മൾ കണ്ടത് 3 പേരുടെ എങ്കിലും അല്ലെങ്കിൽ 5 പേരുടെ എങ്കിലും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അവർക്ക് വേണ്ടി സുവിശേഷ പ്രവർത്തനവും സുവിശേഷ പദ്ധതികളും നടപ്പിലാക്കണമെന്നാണ് നമ്മുടെ ദർശനത്തിൻ്റെ ക്ലാസ്സിൽ മുതലേ നമ്മൾ ചർച്ച ചെയ്തു വരുന്ന പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞതൊരു 3 പേര് അല്ലെങ്കിൽ 5 പേരെ നിങ്ങൾ ആ തരത്തിൽ സുവിശേഷത്തിലേക്ക് നടത്തുകയും അവരെ ശിക്ഷത്തിലേക്ക് നടത്താൻ നിങ്ങൾ തയ്യാറാകുകയും ചെയ്യണം എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രത്യേകിച്ച് പഠിച്ചത് ഒരു സ്മോൾ ഗ്രൂപ്പ്, ഒരു ചെറിയ ഗ്രൂപ്പ്. അതിൽ കുറച്ച് ആളുകളുണ്ട്. നിങ്ങൾ അതിൻ്റെ ലീഡർഷിപ്പിലാണ്. ആ ആളുകളെ സുവിശേഷത്തിലേക്ക് നയിച്ചത് നിങ്ങളാണ്. 3-4 ആളുകൾ ഇവിടെ കൂടുന്നുണ്ട് എന്നിരിക്കട്ടെ, ഈ ഗ്രൂപ്പിൽ കൂടുന്നുണ്ട്. അല്ലെങ്കിൽ വ്യക്തിപരമായി ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾ ആളുകളെ കാണുമ്പോൾ നിങ്ങൾ അവരെ പഠിപ്പിക്കുന്ന രീതിയും പഠിപ്പിക്കേണ്ട രീതി എന്താണെന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അതിന് നമ്മൾ മോൾ എന്ന വാക്കുപയോഗിച്ചുകൊണ്ടാണ് അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചത്. മോൾ, നിങ്ങൾക്കത് ഓർമ്മയുണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പം അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇത് ഞാൻ വായിക്കാണ്. മോളല്ല ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് ഒരു ഹെൽത്തി ചർച്ചിൻ്റെ സ്വഭാവങ്ങൾ, വിശേഷതകൾ, പ്രവർത്തന രീതികൾ എന്തൊക്കെയാണെന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായും. മോളിന് ശേഷം കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായിട്ടും നമ്മൾ അതാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഒരു വലിയ വിശാലമായ ഒരു ടോപ്പിക്കാണെങ്കിലും ഞാൻ അതിനെ 30 മിനിറ്റിനുള്ളിൽ ചുരുക്കി നിർത്താനായിട്ട് താല്പര്യപ്പെടുന്നു. അപ്പോൾ ഇതിൻ്റെ ഹോംവർക്കുകൾ ഉണ്ട്. ഈ പാഠത്തിൻ്റെ ഹോംവർക്ക് തന്നെ ഞാൻ ആദ്യം പറഞ്ഞേക്കാം. കാരണം അവസാനം വരുമ്പോൾ ചിലപ്പോൾ മറന്നുപോയെങ്കിലോ എന്ന ചിന്തയോടെയാണ് ഞാൻ ആദ്യം തന്നെ പറയുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് പ്രധാനമായിട്ടും ഒരു ടോപ്പിക്ക് പറഞ്ഞാൽ, ഒരു കണക്റ്റഡ് ടോപ്പിക്ക് പറഞ്ഞാൽ, നമ്മുടെ ചെറിയ ഗ്രൂപ്പുകളെ പ്രാഥമികമായി പഠിപ്പിക്കേണ്ട 7 പാഠങ്ങൾ എന്തൊക്കെയാണെന്ന്. പ്രാഥമികമായ ചെറു ഗ്രൂപ്പുകളെ അല്ലെങ്കിൽ ശിഷ്യത്തിലേക്ക് നയിക്കുന്ന ആളുകളെ പ്രാഥമികമായി പഠിപ്പിക്കേണ്ട 7 പ്രധാനപ്പെട്ട പാഠങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, അത് ശിക്ഷത്തിലേക്ക് ആളുകളെ നയിക്കുന്നതിന് വേണ്ടിയുള്ള 32 ലെസൺസ് നമുക്കുണ്ട്. അത് ഞാൻ ഒരു ക്ലാസ്സിൽ നിങ്ങളുമായി പങ്കുവച്ചിരുന്നു. അതൊരു ഒരു പ്രത്യേക മെറ്റീരിയൽ തന്നെയാണ്. ശിക്ഷത്തിലേക്ക് നയിക്കാനായിട്ട് നിങ്ങളുടെ ഗ്രൂപ്പുകൾ ഉണ്ടാകുകയും ശിക്ഷത്തിലേക്ക് അവരെ നയിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭം വരുമ്പോൾ നിങ്ങൾക്ക് ആ മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ ആ മെറ്റീരിയൽ പഠിപ്പിക്കുന്നത് 3/3 3 എന്ന ആ പ്രോസസ് വഴികളിൽ കൂടെയാണ് ആ 32 പാഠങ്ങളും പഠിപ്പിക്കേണ്ടത്. അങ്ങനെ 32 പാഠങ്ങളും അവർ പഠിച്ച് ആ 32 പാഠങ്ങളും അവരുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കി കഴിയുമ്പോൾ അവർ ഒരു ശിഷ്യന് വേണ്ട നിലവാരത്തിലേക്ക് വളരും എന്നുള്ളതാണ് ആ 32 പാഠങ്ങളുടെ പ്രത്യേകത. അവരെ അതിലേക്ക് വളർത്താനായിട്ടുള്ള പ്രധാനപ്പെട്ടതായ പാഠങ്ങളാണ്. ഈ 7 പാഠങ്ങൾ എന്ന് പറയുന്നത് ശിക്ഷത്വത്തിലേക്ക് അവരെ മൂവ് ചെയ്യിപ്പിക്കാൻ, ഫസ്റ്റ് സ്റ്റെപ്പ്, ശിക്ഷത്വത്തിലേക്കുള്ള ആദ്യ പടിക്ക് വേണ്ടുന്ന, വിശ്വാസത്തിനും ശിക്ഷത്വത്തിലേക്കും വേണ്ടുന്ന ആദ്യ പടിക്ക് ഉതകുന്ന 7 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മളതിനെ പ്രധാനമായിട്ടും 7 അടിസ്ഥാന ഉപദേശങ്ങൾ എന്നൊക്കെ നമ്മളതിനെ വിളിക്കാറുണ്ട്. 7 ബേസിക്, 7 അടിസ്ഥാന ഉപദേശങ്ങൾ. ഞാൻ മുഴുവൻ എഴുതിയില്ല, നമുക്ക് സ്ഥലം കുറവുള്ളത് കൊണ്ടും അങ്ങനെയാണ് ഞാൻ എഴുതാഞ്ഞത്.
7 അടിസ്ഥാന ഉപദേശങ്ങൾ. ഇവരെ പഠിപ്പിക്കേണ്ട ചെറിയ ഗ്രൂപ്പിൽ പ്രാഥമികമായി പഠിപ്പിക്കേണ്ട 7 അടിസ്ഥാന ഉപദേശങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് ഹോംവർക്ക് നമ്മൾ ആ 7 അടിസ്ഥാന ഉപദേശങ്ങൾ 1, 2, 3, 4, 5, 6, 7 7 പഠിക്കും. 7 പേര് പറഞ്ഞ് ഞാൻ പോവുകയുള്ളൂ. 7 എന്തൊക്കെയാണ് 7 അടിസ്ഥാന ഉപദേശങ്ങൾ എന്ന് പേര് പറഞ്ഞു പോകും. അതിൻ്റെ റെഫറൻസ്, അതിൻ്റെ ബൈബിൾ വാക്യങ്ങൾ നിങ്ങൾ വേദപുസ്തകം ഈ ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങൾ മൊബൈലോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ വാക്കുകൾ, ഇംഗ്ലീഷ് വാക്കുകൾ അടിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇംഗ്ലീഷ് വാക്കുകൾ, അതിൻ്റെ ആദ്യം പറയുന്ന ആ വാക്യത്തെ ഇംഗ്ലീഷ് വാക്കും ഞാൻ പറയാൻ പരമാവധി ശ്രമിക്കാം. ഏതെങ്കിലും ഇംഗ്ലീഷ് വാക്ക് നിങ്ങൾ ക്ലാസ് കേട്ടിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല, അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല, അപ്പോൾ അതിൻ്റെ റെഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കേണ്ടത് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ആ വാക്കിൻ്റെ ഇംഗ്ലീഷ് എന്താണ് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ നിശ്ചയമായും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതുമായിരിക്കും. അപ്പോൾ അത് പ്രധാനമായിട്ടും നിങ്ങൾക്ക് റെഫറൻസ് വേണമെങ്കിൽ ഗൂഗിളിൽ ചോദിക്കാം. നിങ്ങൾക്ക് റെഫറൻസ് ബൈബിൾ ഉണ്ടെങ്കിൽ ആ ബൈബിളിൽ നിങ്ങൾക്ക് ആ റെഫറൻസ് പാർട്ടിൽ പോയിട്ട് ആ വാക്കുകൾ എടുത്താൽ നിങ്ങൾക്ക് ധാരാളം ബൈബിൾ റെഫറൻസ് കിട്ടും. എന്തുകൊണ്ടാണ് ഞാൻ ബൈബിൾ റെഫറൻസ് പറയാത്തത് എന്ന് നിങ്ങൾക്കൊരു പക്ഷെങ്കിലും ഒരു ചോദ്യം ഉണ്ടായേക്കാം. ഞാൻ ബൈബിൾ റെഫറൻസ് പറയാത്തതിന് പ്രധാനപ്പെട്ട 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, സമയ ചുരുക്കമാണ്. നമുക്ക് ഈ 7 കാര്യം ഇന്നത്തെ ക്ലാസ്സിൽ തീർക്കണം. അപ്പോൾ അതുകൊണ്ട് എല്ലാ വാക്യങ്ങളും പറഞ്ഞ വാക്യങ്ങളെടുത്ത് വായിച്ചു പോകാൻ നിന്നാൽ ഈ 7 കാര്യങ്ങളിൽ നമുക്ക് പകുതിയെ ഈ ക്ലാസ് കൊണ്ട് തീർക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ നിങ്ങൾക്കൊരു ബൈബിൾ റെഫറൻസ് തരുന്നത് നമ്മുടെ രീതിക്ക്, നമ്മുടെ പാഠ്യരീതിക്ക് ചേർന്നതല്ല. 3/3 പ്രോസസ്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഡിസ്കസ് ആൻഡ് ഡിസ്കവറി മെത്തേഡാണ് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഞാൻ ആ മെത്തേഡ് തന്നെയാണ് നിങ്ങളുമായിട്ടും ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട്, സ്ഥാപിക്കാനായിട്ട് നിങ്ങളെയും അത്തരത്തിലേക്ക് ഡിസ്കസ് ആൻഡ് ഡിസ്കവറി, കണ്ടുപിടിക്കുക എന്ന ആ മെത്തേഡ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ഞാൻ രണ്ടാമത്തെ കാരണം റെഫറൻസ് പറയാത്തത്. മൂന്നാമത്തെ കാരണം, റെഫറൻസ് വായിച്ചാൽ കുറച്ചധികമായി വിശദീകരണം നൽകാൻ ഉള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെ ഒരു വാക്യം വായിച്ചിട്ട് അതിനെ വിശദീകരിച്ചില്ലെങ്കിൽ മോശമായി പോകുന്ന പോലൊരു ചിന്ത ഒരു പക്ഷേ നിങ്ങൾക്കും ഉണ്ടാകും, എനിക്കും ഉണ്ടാകും. അപ്പോൾ അത് ഒരു പോയിന്റിൽ തന്നെ നിന്നുകൊണ്ട് 30 മിനിറ്റ് നമ്മൾ ചിലവാക്കാൻ സാധ്യതയുമുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ടാണ് റെഫറൻസ് ഞാൻ പറയാത്തത്. നിങ്ങളുടെ ഹോംവർക്ക് ഈ 3 റെഫറൻസ് നിങ്ങൾ കണ്ടുപിടിച്ച്, ഏറ്റവും കുറഞ്ഞതൊരു 3 റെഫറൻസ് കണ്ടുപിടിച്ച് നിങ്ങൾ അതിനെ എഴുതി അയക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ഹോംവർക്ക്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഇന്ന് പഠിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് നമുക്ക് വരാം. ആദ്യത്തേത് പ്രധാനമായിട്ടും റിപ്പൻറ്റ്, ബിലീവ് ആൻഡ് റിസീവ് ദ ഹോളി സ്പിരിറ്റ്. അങ്ങനെയാണ് ഇംഗ്ലീഷിൽ നമുക്ക് പറയാനായിട്ട്. മാനസാന്തരം നമുക്ക് വേണമെന്നുണ്ട്. മാനസാന്തരം, മലയാളം മാനസാന്തരം, വിശ്വാസം, പരിശുദ്ധാത്മാവ്. ഒരാൾ സുവിശേഷം കേട്ടു, അയാൾക്ക് മാനസാന്തരം ഉണ്ടായി, മാനസാന്തരപ്പെടുന്നത് സുവിശേഷം കേട്ട് അവർക്ക് മാനസാന്തരം ഉണ്ടാകുന്നത് സുവിശേഷത്തെ വിശ്വസിക്കാൻ കാരണമാകുന്നുണ്ടാണ്. പിന്നീട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയും അദ്ദേഹത്തെ മാനസാന്തരത്തിലേക്കും വിശ്വാസത്തിലേക്കും നയിക്കാൻ കാരണമായിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈ 3 കാര്യങ്ങളാണ് അയാൾ സുവിശേഷം കേട്ട് വന്നതിന് ശേഷം അയാളെ പഠിപ്പിക്കേണ്ടത്. മാനസാന്തരം എന്താണെന്ന് പഠിപ്പിക്കണം. മാനസാന്തരം എന്ന് പറയുന്നത് നമുക്ക് ഒരു സിമ്പിൾ പറഞ്ഞാൽ മാനസാന്തരം എന്ന് പറയുന്നത് ഒരു യൂട്ടേൺ ആണ്. മാനസാന്തരം എന്ന് പറയുന്നത് യൂട്ടേൺ ആണ്. നിങ്ങൾ നയിച്ചുകൊണ്ടിരുന്ന ജീവിതത്തിൽ നിന്ന് തിരിഞ്ഞ്, നിങ്ങൾ എങ്ങോട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്, നയിച്ചുകൊണ്ടിരുന്ന ജീവിതത്തിൽ നിന്ന് തിരിഞ്ഞ് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി, മനുഷ്യന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വഴിയിലേക്ക് തിരിച്ചു വരുന്ന അതിനെയാണ് മാനസാന്തരം എന്ന് നമുക്ക് പറയാനാണ്. ഇത് 3 വിശദീകരിക്കേണ്ടതായ സബ്ജക്റ്റ് ആണെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾ
7 ബേസിക് കമാൻഡ്സിൻ്റെ ഡീറ്റെയിൽ സ്റ്റഡി അല്ല നടത്തുന്നത് എന്നതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അതിൻ്റെ റെഫറൻസ് നിങ്ങൾ കണ്ടുപിടിക്കണം. മാനസാന്തരത്തിൻ്റെ റെഫറൻസ് കണ്ടുപിടിക്കണം, വിശ്വാസത്തിൻ്റെ റെഫറൻസ് കണ്ടുപിടിക്കണം, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠിപ്പിക്കൽ, പരിശുദ്ധാത്മാവ് എന്താണ്, പരിശുദ്ധാത്മാവ് എന്തിനാണ്, പരിശുദ്ധാത്മാവ് ആർക്കാണ്, പരിശുദ്ധാത്മാവ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, ഇതെല്ലാം അവിടെ വിശദീകരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. ഒന്നാമത്തെ അടിസ്ഥാന ഉപദേശത്തിൽ 3 പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതൊന്ന് മാനസാന്തരം, വിശ്വാസം, പരിശുദ്ധാത്മാവ് എന്നുള്ളതാണ്. രണ്ടാമത്തേത് സ്നാനം എന്നുള്ളതാണ്. സ്നാനം എന്നുള്ളതാണ് രണ്ടാമത്തെ അടിസ്ഥാന ഉപദേശങ്ങളിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് സ്നാനമാണ്. സ്നാനം നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞ് സ്നാനം അദ്ദേഹത്തോട് സ്വീകരിക്കാൻ, ഇവിടെ എന്താണ് സ്നാനം പഠിപ്പിക്കുമ്പോൾ നമ്മൾ സ്നാനത്തെക്കുറിച്ചുള്ള വാക്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ആളുകളോട് ചോദിക്കും, നമ്മുടെ ആ 3/3 പ്രോസസ് സിസ്റ്റം അനുസരിച്ച് ഇവിടെ എന്താണ് ദൈവം നമ്മളോട് പ്രമാണിക്കാൻ കൽപ്പിക്കുന്ന ഉപദേശം എന്താണ് എന്ന് നമ്മൾ അവരോട് ചോദിക്കും. അപ്പോൾ അവർ പറയും സ്നാനപ്പെടണമെന്നാണ് ദൈവം പറയുന്നത്. അപ്പം നമ്മൾക്ക് ചോദ്യമുള്ളത്, അത് നിങ്ങളെങ്ങനെ ചെയ്യും, എപ്പോൾ ചെയ്യും, ഈ ആഴ്ച ചെയ്യണോ, ചെയ്യാൻ തയ്യാറാണോ? ചെയ്യാൻ തയ്യാറാകുകയാണെങ്കിൽ സ്നാനത്തെക്കുറിച്ച് അവർക്ക് ബോധ്യം വരുത്തും. സ്നാനം എന്താണെന്ന് കൃത്യമായി ബോധ്യം വരുത്തക്കവണ്ണമുള്ള പഠിപ്പിക്കൽ നിങ്ങൾ അവർക്ക് കൊടുക്കണം. സ്നാനത്തെക്കുറിച്ച് സ്നാനം എന്താണ്, ആർക്കാണ്, എങ്ങനെയാണ്, എപ്പോഴാണ്, സ്നാനത്തിൻ്റെ ശരിയായ അർത്ഥം എന്താണ്, ഇതാണ് പ്രധാനമായിട്ടും വിശദീകരിക്കേണ്ടത്. അല്ലാതെ നമ്മുടെ ട്രഡീഷണൽ ചർച്ചുകളിൽ സ്നാനത്തെക്കുറിച്ച് എടുക്കുന്ന ക്ലാസ്സുകളെ പോലെ ആർക്ക്, എന്ത്, എപ്പോൾ, എങ്ങനെ, അതൊക്കെ പഠിപ്പിക്കണം. അതൊന്നും പഠിപ്പിക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ സ്നാനത്തിൻ്റെ യഥാർത്ഥ അർത്ഥം അവർ ഗ്രഹിക്കത്തക്കവണ്ണം വേണം ഈ സ്നാനത്തെക്കുറിച്ച് പഠിപ്പിക്കാനായിട്ട്. സ്നാനം അതുകൊണ്ട് അപ്പം ഒരു ചോദ്യം പ്രധാനമായിട്ടും നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്, ഇത് ഇങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഇത് ഏകദേശം ഒരു 4-ാമത്തെ ആഴ്ചയിൽ നമ്മൾ അടിസ്ഥാന പ്രമാണങ്ങളാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ഒരു ദിവസം മാനസാന്തരം പഠിപ്പിച്ചു, ഒരു ആഴ്ചയിൽ ഒരു ദിവസം, 2-ാമത്തെ ദിവസം വിശ്വാസം പഠിപ്പിച്ചു, ആഴ്ചയിലെ 3-ാമത്തെ ദിവസം മാസത്തിലെ 3-ാമത്തെ ആഴ്ച പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിച്ചു, മാസത്തിലെ 4-ാമത്തെ ആഴ്ച സ്നാനത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അപ്പം ഒരു മാസത്തിനുള്ളിൽ ഈ പുള്ളിയെ സ്നാനപ്പെടുത്തുന്നത് ശരിയാണോ എന്ന് നമുക്കൊരു സംശയം ഉണ്ടായേക്കാം. ആ സംശയത്തിൻ്റെ ഒരു കാര്യവുമില്ല. വേദപുസ്തകം എന്താണ് പറയുന്നത് എന്നുള്ളതാണ്, നമ്മുടെ സഭ എന്താണ് പറയുന്നത്, നമ്മുടെ ഓർഗനൈസേഷൻ എന്താണ് പറയുന്നത് എന്നതല്ല പ്രധാനപ്പെട്ടത്. വേദപുസ്തകം എന്ത് പറയുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരാളെ സ്നാനപ്പെടുത്തുന്നതിനെക്കുറിച്ച് വേദപുസ്തകം എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം, നിങ്ങൾ അറിയണം. അതിനുള്ള വാക്യങ്ങളും വിശദീകരണങ്ങളും ഈ ക്ലാസ്സിൽ നമുക്ക് സാധ്യമല്ല. അത് ചർച്ച് പ്ലാന്റിങ്, ചർച്ച് ഗ്രോത്ത് എന്ന നമ്മുടെ ചർച്ച് ഗ്രോത്തിൻ്റെ ആ ക്ലാസ്സിൽ നമ്മൾ അതൊക്കെ സർട്ടിഫിക്കറ്റ് ഇൻ ചർച്ച് പ്ലാന്റിങ് എന്ന് പറയുന്ന ആ കോഴ്സിൽ നമ്മൾ അതിൻ്റെയൊക്കെ വിശദീകരണം നമ്മൾ കൊടുക്കും. പക്ഷേ ഈ സർട്ടിഫിക്കറ്റ് സ്റ്റഡീസിന് വേണ്ടി വരുന്ന CTH, DTH പോലെയുള്ള ക്ലാസ്സുകളിൽ, BTH പോലെയുള്ള ക്ലാസ്സുകളിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡീസ് നമുക്ക് ആവശ്യമില്ല. ആ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങൾ തന്നെ പഠിക്കേണ്ട, കാരണം നിങ്ങൾ കുറച്ചുകൂടെ ഹയർ ലെവലിലുള്ള സ്റ്റുഡൻസ് ആയതുകൊണ്ട് നിങ്ങൾ തന്നെ പഠിക്കേണ്ട കാര്യങ്ങളാണത്. തന്നെ സെൽഫ് സ്റ്റഡീസിൽ പഠിക്കേണ്ടതായ കാര്യങ്ങൾ. സ്നാനത്തെക്കുറിച്ച് വേദപുസ്തകം വളരെ വിശദമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അത് ഓരോരുത്തരും സ്നാനപ്പെട്ട വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ സ്നാനത്തെക്കുറിച്ച്, ഓരോരുത്തരും സ്നാനപ്പെട്ടതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിച്ച് വായിച്ച് നോക്കിയാൽ എപ്പോഴാണ് അവർ സ്നാനപ്പെട്ടത് എന്ന ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് കിട്ടും. അവർ വളരെ പെട്ടെന്നാണോ സ്നാനപ്പെട്ടെ, സുവിശേഷം കേട്ട ഉടനെ സ്നാനപ്പെട്ട ആളുകളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ സുവിശേഷത്തോട് പെട്ടെന്ന് പ്രതികരിച്ച് സ്നാനപ്പെട്ട ആളുകൾ തന്നെയായിട്ടാണ് വേദപുസ്തകം പഠിപ്പിച്ചിട്ടുള്ളത് മുഴുവൻ. മറ്റേത് ഒരു ട്രഡീഷണൽ സെറ്റപ്പാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആളുകളെ വിശ്വസിക്കണം എന്നുള്ളതാണ് നമ്മുടെ സിദ്ധാന്തം. ദൈവം ആളുകളുടെ ഹൃദയം കാണുന്നു, അത് വിശ്വസിക്കുന്നു എന്നതിൻ്റെ അപ്പുറത്ത് നമുക്കും കൂടെ അത് ബോധ്യപ്പെടണം എന്നുള്ളത് അതൊരു ചിന്ത നമ്മുടെ അകത്തുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ടത്. അപ്പോൾ സ്നാനത്തെക്കുറിച്ചുള്ള സ്നാനത്തിന് നമുക്ക് പറയാവുന്ന സിമ്പിൾസ് ഇതേണ്ട വെള്ളം ഇതാണ് സ്നാനത്തിനുള്ള സിമ്പിൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ സ്നാനമാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ടതായ കൽപ്പന. 3 ലോർഡ് സപ്പറാണ്. ലോർഡ് സപ്പർ, കർത്തൃമേശ എന്ന് നമുക്ക് പറയാം. കർത്തൃമേശ
ലോർഡ് സപ്പർ. അതിൻ്റെ സിമ്പിൾ നമുക്ക് വേണമെങ്കിൽ ഒരു റൊട്ടിയുടെ ഇതും ഒരു പാനപാത്രത്തിൻ്റെ ഇതും നമുക്ക് വരച്ചാൽ അത് മനസ്സിലാവും. കർത്തൃമേശ. കർത്തൃമേശ എന്താണ്, എങ്ങനെയാണ്, ആർക്കാണ്, കർത്തൃമേശയുടെ അർത്ഥം എന്താണ്, വിശുദ്ധമേശ ആർക്കൊക്കെ ആചരിക്കണം, എപ്പോഴൊക്കെ ആചരിക്കാം എന്നതിനെക്കുറിച്ചൊക്കെ വിശദമായി നിങ്ങൾ കണ്ടെത്തണം, വാക്യങ്ങളിൽ കൂടെ കണ്ടെത്തണം. ഞാൻ പെട്ടെന്ന് ഓടിച്ചു പോവുകയാണ്. അടുത്തത് പ്രധാനമായിട്ടും പ്രാർത്ഥനയെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. പ്രാർത്ഥന 4. പ്രാർത്ഥനയെക്കുറിച്ച് അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെക്കുറിച്ചും പറഞ്ഞിരുന്നു. പ്രാർത്ഥനയാണ് പഠിപ്പിക്കേണ്ടത്. പ്രാർത്ഥന എന്ന് പറയുന്നത്, പ്രാർത്ഥന എന്ന് പറയുമ്പം പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓടുന്നത് കർത്താവേ എനിക്കത് തരണേ, എനിക്കിത് തരണേ, എനിക്ക് മറ്റേ തരണേ, എനിക്ക് എൻ്റെ വീട്ടുകാർക്ക്, എൻ്റെ മോൾക്ക്, എൻ്റെ കൊച്ചിന്, എൻ്റെ അപ്പന്, എൻ്റെ അമ്മയ്ക്ക്, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർ എല്ലാം കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയാണ് സാധാരണ നാം കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ തുടക്കത്തിൽ പ്രാർത്ഥന നിങ്ങൾ പഠിപ്പിക്കേണ്ടത് നമ്മൾ പഠിച്ചൊരു പ്രാർത്ഥന, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ലോർഡ്സ് പ്രെയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന, ആ പ്രാർത്ഥനയുടെ സിദ്ധാന്തം എന്താണെന്ന് നമ്മൾ പഠിച്ചു. ആ പ്രാർത്ഥനയുടെ പൊരുളും തത്വവും എന്താണ്, ആ പ്രാർത്ഥനയുടെ പൊരുളും തത്വവുമാണ് ഇവരെ പഠിപ്പിക്കേണ്ടത്. കാരണം ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട വിശാലത മുന്നിൽ കാണുന്ന പ്രാർത്ഥനകൾക്ക് വേണ്ടി അവരെ സജ്ജരാക്കണം. അതായത് വെളിയിലുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, തങ്ങൾക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നവരായി മാറാതെ, തങ്ങൾക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കണമെന്ന് എന്നും പ്രാർത്ഥിക്കണ്ടേ എന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കേണ്ടത് നിർബന്ധമുള്ള കാര്യമല്ല. നമ്മുടെ ജീവിതം നല്ലതാണെങ്കിൽ നമുക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ ഒത്തിരി പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം പ്രാർത്ഥനയുടെ ഫലം എന്ന് പറയുന്നത്, കർത്താവ് എനിക്കിത് വേണം, നമ്മുടെ മനസ്സിൽ ചിന്തയുണ്ടായാൽ മതി. നമുക്കൊരു ഒരു നെടുവീർപ്പുണ്ടായ, ഒരു സങ്കടമാണെങ്കിൽ, അല്ല പ്രയാസമാണെങ്കിൽ, ബുദ്ധിമുട്ടാണെങ്കിൽ, ഒരു നെടുവീർപ്പ് മാത്രം നമ്മുടെ അകത്തുനിന്ന് വരുന്നത് പ്രാർത്ഥനയായി ദൈവം കണക്കാക്കും. നമുക്ക് വേണ്ടി തന്നെ ഒത്തിരി പ്രാർത്ഥിക്കണം നിർബന്ധമൊന്നുമില്ല. പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ദൈവവചനം അനുസരിക്കാൻ ക്രമീകരിക്കുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തെ ദൈവവചനത്തിൻ്റെ അനുസരണത്തിന് ക്രമീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി പ്രാർത്ഥനകളുടെ ഒന്നും ആവശ്യമില്ല. ഒരു വാക്ക് മതി, അല്ലേ? നമ്മൾ ഇപ്പം ഫേമസ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടല്ലേ, ഒരു വാക്ക് മതി. ആ ഒരൊറ്റ വാക്കിൽ, നമ്മുടെ ഒരു വാക്കിൽ തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവം അത് പ്രവർത്തിക്കാൻ, ദൈവം അത് ഉടനെ തന്നെ അതിന് ഉത്തരം തരാനായിട്ടും സാധിക്കും. അപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ട്രഡീഷണൽ വേ ഓഫ് പ്രെയർ അല്ല നമ്മൾ പഠിപ്പിക്കേണ്ടത്. സ്പിരിച്വൽ വേ ഓഫ് പ്രെയർ, ബിബ്ലിക്കൽ വേ ഓഫ് പ്രെയർ, കർത്താവിൻ്റെ പ്രാർത്ഥനയോടുള്ള കർത്താവിൻ്റെ സമീപനവും കർത്താവിൻ്റെ തത്വവും. പ്രാർത്ഥനയെക്കുറിച്ച് ശിഷ്യന്മാരെ പഠിപ്പിച്ചപ്പോൾ യേശുക്രിസ്തു പഠിപ്പിച്ച ആ തത്വം എന്താണെന്നാണ് ശിഷ്യത്തെ പുതുതായി നമ്മളിൽ കൂടെ രൂപപ്പെടാൻ വേണ്ടി പോകുന്ന ശിഷ്യഗണത്തെ നമ്മൾ പഠിപ്പിക്കേണ്ടത്. പ്രാർത്ഥനയെക്കുറിച്ചാണ് അടുത്ത പ്രധാനപ്പെട്ടതായ കാര്യം. ഇനി അടുത്തത് സ്നേഹത്തെക്കുറിച്ചാണ് പഠിപ്പിക്കേണ്ടത്. സ്നേഹം എന്ന് പറയുന്നത് ലവ് യുവർ ഗോഡ് ആൻഡ് ലവ് പീപ്പിൾ. നിങ്ങൾ കർത്താവ് പറയുന്നില്ലേ വലിയ കൽപ്പനകൾ എന്ന് പറയുന്നത്, അല്ലേ? വലിയ കൽപ്പനകൾ ഏതാണെന്ന് ചോദിക്കുമ്പോൾ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ആയിരിക്കും, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുകയും ചെയ്യണം. അപ്പം സ്നേഹം ദൈവത്തോടും മനുഷ്യനോടും. അതിവിടെ നമ്മൾ ക്ലോസ് ചെയ്യാം. ദൈവത്തോടും മനുഷ്യനോടുമുള്ള സ്നേഹം എങ്ങനെയാണെന്ന് നമ്മൾ അവരെ പഠിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ദൈവത്തെ എങ്ങനെ സ്നേഹിക്കണം, മനുഷ്യനെ എങ്ങനെ സ്നേഹിക്കണമെന്നാണ് ദൈവം പറയുന്നത്. സ്നേഹത്തെക്കുറിച്ച് ഒരു മെഷർ എന്താണ് ദൈവം കൊടുത്തിട്ടുള്ള അളവുകോൽ, സ്നേഹിക്കുന്നുണ്ടോ, ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അളവുകോൽ എന്ന് പറയുന്നത് കർത്താവ് പറയുന്നത്, നിങ്ങളെന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ദൈവത്തെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിൻ്റെ മെഷർ. നമ്മൾ യോഗത്തിനിരുന്ന് ഭയങ്കര ശബ്ദം ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതല്ല നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ മെഷർ. പ്രസംഗപീഠങ്ങൾ നമ്മൾ ഓടി നടക്കുന്നുണ്ടോ എന്നുള്ളതല്ല ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ മെഷർ. നമ്മുടെ ശബ്ദം എത്ര ഉയർത്തി അലറിയാണ്, നമ്മൾ വിറയലോടെയാണ് നമ്മൾ പറയുന്നത് എന്നൊന്നും അല്ല
ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ മെഷർ, അളവുകോൽ, ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ അളവുകോൽ ദൈവം നമ്മളോട് പറഞ്ഞ കൽപ്പനകൾ എങ്ങനെ നാം പ്രമാണിക്കുന്നു എന്നതിൻ്റെ ബേസിലാണ് ദൈവത്തോടുള്ള ദൈവത്തെ നാം സ്നേഹിക്കുന്നോ ഇല്ലയോ എന്നത് നമുക്ക് തിരിച്ചറിയാനായിട്ട്, അളക്കാനായിട്ട് സാധിക്കുന്നത്. ആറാമത്തെ കാര്യം കൊടുക്കുക എന്നുള്ളതാണ്. കൊടുക്കുക, ഗീവ് എന്നുള്ള വാക്കാണ്. എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ 3 കാര്യങ്ങൾ കൊടുക്കാനായിട്ടാണ് വേദപുസ്തകം പറയുന്നത്. വേദപുസ്തകം പറയുന്ന കാര്യമാണ് 3 കാര്യം കൊടുക്കണം. ഒന്ന്, നമ്മൾ ആദ്യം ഗീവ് യുവർ സമയം, താലന്ത്, സമ്പത്ത്. ഈ 3 കാര്യങ്ങളാണ് വേദപുസ്തകത്തിൽ കൊടുക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം പറയുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കണം. യഹോവയ്ക്ക് കൊടുപ്പീൻ, അല്ലേ? യഹോവയ്ക്ക് കൊടുക്കണം. എന്താ കൊടുക്കേണ്ടതെന്ന് അറിയാമോ? നമ്മുടെ സമയം കൊടുക്കണം. നമ്മൾ ദൈവത്തിന് എന്തുമാത്രം സമയം കൊടുക്കുന്നുണ്ട് എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം, നമ്മൾ തന്നെ കണ്ടെത്തണം, കാണണം, മനസ്സിലാക്കണം. നമ്മുടെ താലന്ത്, നമ്മുടെ കഴിവുകൾ ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി സഭയിൽ നിങ്ങൾ ഉപയോഗിക്കുകയോ യൂത്ത് പ്രോഗ്രാമിനോ പാട്ട് പാടുന്നുണ്ടോ എന്നുള്ളതല്ല താലന്ത് ദൈവത്തിന് കൊടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട. അല്ലെ യൂത്ത് പ്രോഗ്രാമിന് നിങ്ങൾ 5 മിനിറ്റ് പ്രസംഗിച്ചോ എന്നുള്ളതല്ല നിങ്ങളുടെ താലന്ത് ദൈവത്തിന് കൊടുത്തോ ഇല്ലയോ എന്നുള്ളത്. അതുകൊണ്ട് ദൈവരാജ്യത്തിന് വളർച്ചയൊന്നും ഉണ്ടാകുന്നില്ല. നിങ്ങളുടെ യൂത്ത് മീറ്റിങ്ങിൽ 5 മിനിറ്റ് പ്രസംഗിച്ചത് കൊണ്ട് ദൈവരാജ്യത്തിന് വളർച്ച ഉണ്ടാകുന്നില്ല. നിങ്ങളുടെ താലന്ത് ദൈവരാജ്യത്തിന് വളർച്ച ഉണ്ടാകണം. ദൈവരാജ്യത്തിന് വളർച്ച ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ഒരാളോട് സുവിശേഷം പറയണം. അത് ദൈവരാജ്യത്തിന് വളർച്ചയ്ക്ക് കാരണമാകും. നിങ്ങൾ ആളുകളെ ശിക്ഷത്വത്തിലേക്ക് നയിക്കണം. അത് ദൈവരാജ്യത്തിന് വളർച്ചയ്ക്ക് കാരണമാകും. നിങ്ങൾ ഒരാളെ ഈ കാര്യങ്ങൾ പഠിപ്പിക്കണം. അത് ദൈവരാജ്യത്തിലേക്കുള്ള വളർച്ചയ്ക്ക് കാരണമായി തീരും. അപ്പം അതുകൊണ്ട് താലന്ത്, നമുക്ക് ദൈവം തന്നിട്ടുള്ള താലന്തുകൾ, കഴിവുകൾ ഒക്കെ ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ എങ്ങനെ കൊടുക്കുന്നു, എങ്ങനെ കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. 3-ാമത്തേത് കൊടുക്കുന്നത് സംബന്ധിച്ച് കൊടുക്കുക എന്നാണ്. കൊടുക്കുക. 3-ാമത് സമ്പത്ത് ദൈവത്തിന് കൊടുക്കേണ്ടതിനെക്കുറിച്ചും വേദപുസ്തകം കൃത്യമായി പറയുന്നുണ്ട്. അപ്പം ഞാനതിൻ്റെ അളവും കാര്യങ്ങളൊന്നും നിങ്ങളോട് ഇപ്പോൾ പറയുന്നില്ല. ഇത് സമ്പത്ത് വേദപുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള ആളുകളെക്കുറിച്ച് വേദപുസ്തകം എന്താണ് സമ്പത്ത് കൊടുക്കുന്നതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ചും നിങ്ങൾ ഗ്രഹിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി ഏഴാമത്തെ കൽപ്പന, ഇത് കഴിഞ്ഞിട്ട് ദൈവം പറയുന്നത് പോയി ഗോ ആൻഡ് മേക്ക് ഡിസൈപ്പിൾ എന്നുള്ളതാണ്. പോയി ശിഷ്യരാക്കുക. ഇതാണ് 7-ാമത്തെ കൽപ്പന, പോയി ശിഷ്യരാക്കുക. പോയി കഴിഞ്ഞ് ഞാൻ കുറേ കുത്തുകിട്ടുണ്ട്. ശിഷ്യത്തിലേക്ക് അവരെ നടത്താൻ കുറേ പടികളുണ്ട്, കുറേ സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ അതെന്താണ് എന്നുള്ളതാണ്. നിങ്ങൾ പോകുന്നു, സ്ഥലം പ്രിപ്പയർ ചെയ്യുന്നു, നിങ്ങൾ സുവിശേഷം പറയുന്നു, നിങ്ങൾ രക്ഷയിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നു, നിങ്ങൾ അവരെ മാനസാന്തരത്തിലേക്കും സ്നാനത്തിലേക്കും നയിക്കും, നിങ്ങളവരെ പഠിപ്പിക്കുന്നു, നിങ്ങൾ ബേസിക് 7 കമാൻഡ്മെന്റ്സ് പഠിപ്പിക്കുന്നു, നിങ്ങളവരെ ശിക്ഷത്വത്തിലേക്ക് നയിക്കുന്നു. അപ്പം ഈ ശിക്ഷത്വത്തിലേക്ക് ആളുകളെ നയിക്കുക എന്നുള്ളത് അടിസ്ഥാന ഉപദേശങ്ങളിലെ ഒരു ഉപദേശം തന്നെയാണ്. അത് മിക്കവാറും നമ്മുടെ സഭകളിൽ ഇത് പഠിപ്പിക്കുന്നില്ല. അടിസ്ഥാന ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ സുവിശേഷം പറയുക എന്ന് മാത്രം പഠിപ്പിക്കുന്നതേ ഉള്ളൂ. സുവിശേഷം പറയുക പറയുന്നത് ശിഷ്യത്വത്തിലേക്ക് നയിക്കുക എന്നതിന് പകരമല്ല. സുവിശേഷം പറഞ്ഞ് ശിഷ്യത്വത്തിലേക്കാണ് നയിക്കേണ്ടത്. അപ്പോൾ ഗോളാണ് നമ്മുടെ മുമ്പിൽ വെക്കേണ്ടത്, അല്ലാതെ നമ്മുടെ അസൈൻമെൻ്റ് അല്ല നമ്മുടെ മുമ്പിൽ വരേണ്ടത്. അപ്പോൾ ഇത് കൃത്യമായി നമ്മൾ ഓർത്തിരിക്കുക. അപ്പം ഞാൻ ഇത് കൂടെ കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞാൽ അതിൻ്റെ സിമ്പല് ഞാൻ ഇപ്പം നിങ്ങൾ റുപ്പീസ് ആണെങ്കിൽ ഇപ്പം കൊടുക്കുക നമ്മൾ ദൈവത്തിന് കൊടുത്തു. അതിൻ്റെ സിമ്പൽ ഇതാണ്. ഇനി കർത്തൃമേശ, പ്രാർത്ഥന, സ്നേഹം, ദൈവത്തിന് കൊടുക്കുന്നത്. ഗിവ് യുവർ ടൈം, ടാലന്റ് ആൻഡ് ട്രഷർ ആണല്ലോ പറഞ്ഞത്. ഇത് ടൈം ഒരു ക്ലോക്കാണ് നോക്കുക. ടൈം, നിങ്ങളുടെ സമയം കൊടുക്കണം, നിങ്ങളുടെ താലന്ത് കൊടുക്കണം,
നിങ്ങളുടെ താലന്ത് കൊടുക്കണം, നിങ്ങളുടെ സമ്പത്ത് കൊടുക്കണം. റുപ്പീസ് നിങ്ങളുടെ സമ്പത്ത് കൊടുക്കണം. പിന്നെ ഏഴാമത്തേത് ഗോ ആൻഡ് മേക്ക് ഡിസൈപ്പിൾസ്. നിങ്ങൾ ആളെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ പോയി മറ്റൊരാളെ ശിഷ്യനാക്കണം. ഒരാളെ നമ്മൾ ഫ്രണ്ട്സ് നടക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ നിങ്ങൾക്കൊപ്പം നടക്കാൻ, നിങ്ങളുടെ കൂടെ നടക്കാൻ, നിങ്ങൾ ചെയ്യുന്ന പോലെ നടക്കാൻ ഒരാളെ നിങ്ങൾ, അല്ലെങ്കിൽ ഒത്തിരി ആളുകളെ നിങ്ങൾ ശിഷ്യരാക്കണം. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ പ്രധാനപ്പെട്ട സബ്ജക്റ്റ് 7 അടിസ്ഥാന ഉപദേശങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട്. പ്രധാനപ്പെട്ട 7 അടിസ്ഥാന ഉപദേശങ്ങളുടെ ലിസ്റ്റാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. ഞാൻ നിങ്ങളെ അതൊന്നും പഠിപ്പിച്ചില്ല, ആ ലിസ്റ്റ് തന്നതേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങൾ തന്നെ പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ റെഫറൻസ് വായിച്ച് അതിൻ്റെ നോട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഉണ്ടാക്കുക, എഴുതി വെക്കുക. ഞാനിത് വായിച്ചു കളയുന്നു. അതിനുശേഷം ഇനി നമ്മൾ പറയാൻ വന്ന പ്രധാന അടിസ്ഥാന ഉപദേശങ്ങൾ എന്തിനാണ് നമ്മൾ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ചർച്ച്, നിങ്ങളുടെ സ്മോൾ ഗ്രൂപ്പ് ചെറിയ, നിങ്ങൾ ശിഷ്യത്തിലേക്ക് നയിക്കാൻ വേണ്ടി നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ സ്മോൾ ഗ്രൂപ്പ് ശരിയായ ദിശയിലാണോ, നിങ്ങളുടെ സ്മോൾ ഗ്രൂപ്പ് ശരിയായ ദിശയിലാണോ ഫങ്ഷൻ ചെയ്യുന്നത് എന്നറിയാൻ നിങ്ങൾ ഇങ്ങനെ ഒരു സർക്കിളിൽ ഇങ്ങനെ സിമ്പലുകൾ ഇട്ടിട്ട് ടിക്ക് ചെയ്താൽ മതി. ഇതിപ്പം നിങ്ങൾ ഈ ആഴ്ചയിൽ അല്ലെങ്കിൽ ഈ നിങ്ങളുടെ ഗ്രൂപ്പിൽ എത്ര ആളുകൾ മാനസാന്തരത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് 10 പേരുണ്ടെന്നിരിക്കട്ടെ, ഞാനൊരു രീതി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ഗ്രൂപ്പിൽ 10 പേരുണ്ടെന്നിരിക്കട്ടെ, ആ 10 പേരിൽ 4 പേർ മാനസാന്തരത്തിലേക്ക് വന്നെങ്കിൽ അത് 10ൽ 4 എന്ന് നമുക്ക് എഴുതാം. ഇവിടെയും 10 പേരുണ്ടല്ലോ. അപ്പോൾ സ്നാനത്തിങ്കിലേക്ക് എത്ര പേര് വന്നു? 10ൽ ആ 4 പേരും സ്നാനത്തിങ്കിലേക്ക് വന്നെങ്കിൽ ഞാനിവിടെ അല്ലെങ്കിൽ ഇത് 7 ആക്കാം. മാനസാന്തരത്തിലേക്ക് 7 പേര് വന്നു, 5 പേര് സ്നാനത്തിങ്കിലേക്ക് വന്നു. കർത്തൃമേശ എടുക്കുന്നത് 10ൽ എത്ര പേർ നിങ്ങളുടെ ഗ്രൂപ്പിൽ? സെൽ ഗ്രൂപ്പിനെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. ഇവിടെ 5 പേരെടുക്കുന്നു വന്നിരിക്കട്ടെ. പ്രാർത്ഥനയിൽ 10ൽ 10 പേരും പ്രാർത്ഥനയിൽ ഉണ്ടെന്നിരിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും മനുഷ്യരെ സ്നേഹിക്കുകയും ചെയ്യുന്നതിൽ എത്ര പേർ? നിങ്ങൾക്കങ്ങനെ ഇതിനെ അളക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഈ ചെറിയ ഗ്രൂപ്പിൻ്റെ 4 പേര് കൂടുന്ന അല്ല 5 പേര് കൂടുന്ന ഈ ചെറിയ ഗ്രൂപ്പിൻ്റെ ഹെൽത്ത്, ആരോഗ്യം എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് അളക്കാനായിട്ട് സാധിക്കും. 10ൽ 10 പേരും ഒരു പക്ഷെങ്കിൽ ദൈവത്തിന് കൊടുക്കുന്ന ആളുകളായിരിക്കും. പക്ഷെ കൊടുക്കുന്നതിൻ്റെ ആ കൃത്യതയുണ്ടല്ലോ, അത് വെച്ച് നോക്കുമ്പോൾ ചിലപ്പം 4 പേരെ ശരിയായ നിലയിൽ കൊടുക്കുന്ന ആളുകൾ ഒരു പക്ഷെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ. അപ്പം ബാക്കി ആളുകളെ നിങ്ങൾ ആ കാര്യങ്ങൾ കുറച്ചുകൂടെ ബോധ്യപ്പെടുത്തണം എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും. നിങ്ങളിങ്ങനെ അതിനെ മെഷർ ചെയ്യാനായിട്ട് ഇവിടെ 10 പേരുണ്ട്, പക്ഷേ 10ൽ 2 പേരാണ് ശിഷ്യത്വത്തിലേക്ക് ആളുകളെ നയിക്കുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പം ബാക്കി ബാക്കിയുള്ള ആളുകളെ, ഈ പറഞ്ഞ ആളുകളിൽ ബാക്കി 8 പേരെ ശിഷ്യത്വത്തെക്കുറിച്ച് പഠിപ്പിക്കണം, പിന്നെയും പഠിപ്പിക്കണം. 5 പേരെ പിന്നെയും സ്നാനത്തെക്കുറിച്ച് പഠിപ്പിക്കണം. 3 പേരെ പിന്നെയും മാനസാന്തരത്തെക്കുറിച്ച് പഠിപ്പിക്കണം. മനസ്സിലായോ? അതുപോലെ സമയം കൊടുക്കുന്ന ആളുകൾ, 10ൽ ഇത് കൊടുക്കുന്ന ആളുകൾ, അതിനെക്കുറിച്ച് പറയുമ്പോൾ 10ൽ 6 പേര് ശരിയായി കൊടുക്കുന്നു. 4 പേര് ബാക്കിയുണ്ട്. ആ 4 പേരെ പിന്നെയും നമ്മൾ ഈ പാഠങ്ങൾ അവർക്ക് എന്താണ് മനസ്സിലാകാതെ പോയത് എന്നത് കണ്ടെത്തി പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ചെറിയ ഗ്രൂപ്പുകൾ ആരോഗ്യമുള്ളതായി മാറുകയും നാം ഒരുമിച്ച് കൂടി വരുന്ന ആ സഭ ആ പൂർണ്ണ തോതിൽ ഒരു പരിപൂർണ ആരോഗ്യമുള്ള സഭയായി, ഒരു ത്രൈവിംഗ് ചർച്ചായി മാറുവാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. 7 അടിസ്ഥാന ഉപദേശങ്ങളുടെ ലിസ്റ്റാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. അതിനെക്കുറിച്ച് ഇച്ചിരൂടെ ഗ്രാഹ്യമായി വിശദമായി നിങ്ങൾ വചനം നോക്കി പഠിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരോട് സുവിശേഷം പറയാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടാകുന്നെങ്കിൽ നിശ്ചയമായും അതിനെ പ്രാർത്ഥനയോടും ഒരുക്കത്തോടും കൂടെ ആ അവസരം ഉപയോഗിക്കുക. അവർ സുവിശേഷം കേട്ട് വിശ്വാസത്തിലേക്ക് വന്നുവെങ്കിൽ നിങ്ങൾ അവരെ ശിഷ്യത്വത്തിലേക്ക് നയിക്കുവാനുള്ള ആദ്യപടികൾ ചെയ്തു തുടങ്ങുക. അവരെ പേഴ്സണലി കാണുക, ഫോളോ അപ്പ് ചെയ്യുക. ഫോളോ അപ്പിൽ പഠിപ്പിക്കേണ്ട പ്രധാന പാഠങ്ങൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് 7 പ്രധാന പാഠങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ ലിസ്റ്റ് തന്നു. അത് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് അവരെ പഠിപ്പിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അനേകരെ ശിഷ്യത്വത്തിലേക്ക് നയിക്കാൻ ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.